الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد ألا إن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. സഹോദരങ്ങളെ സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ ആജ്ഞകൾ, അവൻ്റെ വിധിവിലക്കുകൾ കൃത്യമായി മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. അള്ളാഹു അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പവിത്രമായ മാസത്തിലാണ് നമ്മളുള്ളത്. റമദാനിൻ്റെ വാസന തുടങ്ങി. ഈ സമയത്ത് പോയ വാരങ്ങളിലൊക്കെ അള്ളാഹുവിൻ്റെ സവിശേഷതകൾ നാം പറഞ്ഞത് നമ്മളും അള്ളാഹുവുമായുള്ള ബന്ധം കൂടുതൽ ഊഷ്മളമാക്കാനാണ്. നമുക്കൊക്കെ ഏതായാലും മരണമുണ്ടല്ലോ. ആഖിറത്തിൽ നമ്മുടെ റിസൾട്ട് കയ്യിൽ തരും. നമ്മുടെ വിശ്വാസത്തിൻ്റെ, നമ്മുടെ സംസാരത്തിൻ്റെ, നമ്മുടെ പ്രവർത്തനങ്ങളുടെയൊക്കെ റിസൾട്ട് തരും. അങ്ങനെ നൽകപ്പെടുമ്പോൾ നമ്മളെങ്ങാനും പരാജയപ്പെട്ടവരുടെ കൂട്ടത്തിലാണെങ്കിൽ പരിഹരിക്കാൻ കഴിയാത്ത പരാജയമാണത്. ഇവിടെ നമ്മുടെ ജീവിതമാകുന്ന പരിപാടി അത് തിരുത്താനും തെറ്റ് മനസ്സിലാക്കാനുമൊക്കെ അവസരമുണ്ട്. അതിനു വേണ്ടിയാണ് ആഴ്ചയിൽ നിർബന്ധമായ ഒരു ദിവസം നമ്മൾ ഖുതുബ കേൾക്കുന്നത്. ഖുതുബ പറഞ്ഞു പോയത് കൊണ്ടോ കേട്ടുപോയത് കൊണ്ടോ കാര്യമില്ല. ശരിക്ക് വിലയിരുത്തി മനസ്സിലാക്കണം. വിശ്വാസിയാണെന്ന് മനസ്സിലാക്കി ആഖിറത്തിൽ ചെന്നിട്ട് റിസൾട്ട് വരുന്നത് നീ മുനാഫിഖാണ് എന്നാണെങ്കിലോ സാധ്യതയുണ്ടെങ്ങനെ? തികഞ്ഞ വിശ്വാസിയാണെന്ന് വിചാരിച്ചിട്ടാണ് ഇവിടെ ജീവിക്കുന്നത്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് വരെ ആ ഭയമുണ്ടായിരുന്നു. മുനാഫിക്കുകളുടെ പേര്, വിവരം ഒരു സഹാബിയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു കൊടുത്തു. ആ സഹാബിയുടെ പിന്നാലെ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു കൂടാറുണ്ടായിരുന്നു. വേറൊന്നിനുമല്ല, ഉമറിന്റെ പേരതിലുണ്ടോ. അത്ര പേടിയായിരുന്നു നമ്മുടെ മുൻഗാമികൾക്ക്. അപ്പൊ നമ്മിൽ നിഫാഖുണ്ടോ, കാപട്യമുണ്ടോ എന്ന് മനസ്സിലാക്കാൻ
റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചില അടയാളങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അത് കൃത്യമായി ഒരുപാട് തവണ നമ്മൾ കേട്ടതും മനസ്സിലാക്കിയതുമാണ്. പക്ഷെ കൂടുതൽ കേൾക്കുന്ന സമയത്ത് പരിവർത്തനത്തിന് കാരണമായാലോ എന്ന് കരുതി സൂചിപ്പിക്കുകയാണ്. അള്ളാഹുവിന്റെ റസൂല് പറയുന്നു, അർബഉൻ, ഒരു 4 കാര്യം. മൻ കുന്ന ഫീഹി, ആ 4 കാര്യം ഒരു വ്യക്തിയിൽ ഉണ്ടായാൽ കാന മുനാഫിഖൻ ഖാലിസൻ, അവൻ തനിച്ച മുനാഫിഖാണ്. അടയാളം കൊണ്ട് മനസ്സിലാക്കുക ഒരു വ്യക്തി മുനാഫിഖാണോ അല്ലേ. ഈ അടയാളങ്ങൾ കേൾക്കുന്ന സമയത്ത് എന്റെ പരിചയത്തിൽ ഇന്ന ഒരു വ്യക്തിയുണ്ട്, ആ വ്യക്തിയിൽ ഇന്ന അടയാളങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ട് ഓന്റെ കാര്യം പോക്കാണ് എന്ന നിലക്ക് വിലയിരുത്താനല്ല ഇത് പറയുന്നത്. ഓരോ വ്യക്തികളും അവരവരെ വിലയിരുത്താനാണ്. എന്നിട്ട് റസൂല് പറയുന്നു, ഒമൻ കാനത്ത് ഫീഹി ഹസുലത്തും മിൻഹുന്ന, ഈ 4 കാര്യങ്ങളിൽ ഒരു കാര്യം ഒരു വ്യക്തിയിൽ ഉണ്ടായാൽ കാനത്ത് ഫീഹി ഹസുലത്തും മിനൻ നിഫാഖി, കാപട്യത്തിന്റെ ഒരു വിഷയം അവരിൽ ഉണ്ടായി, മുനാഫിഖിനോടുള്ള സാദർശ്യമുണ്ടായി, ഹത്താ യദഅഹ, അത് ഒഴിവാക്കുന്നത് വരെ. അത് ഒഴിവാക്കിയാലാണ് ആ സ്ഥലത്ത് കാപട്യത്തിന് പകരം ഈമാൻ വന്ന് നിറയുകയുള്ളൂ. എന്നിട്ട് റസൂല് ആ അടയാളങ്ങൾ എണ്ണുകയാണ്. 1, ഇദാ ഹദ്ദസ കദബ, സംസാരിക്കുമ്പോൾ കളവ് പറയും. വ ഇദാ വഅദ അഖ്ലഫ, വാഗ്ദത്തം ചെയ്താൽ ലംഘിക്കും. വ ഇദാ ഉതുമിന ഖാന, വിശ്വസിച്ചാൽ വഞ്ചിക്കും. വ ഇദാ ഖാസമ ഫജറ, അവനുമായി വല്ല വിഷയത്തിലും തർക്കത്തിൽ ഏർപ്പെട്ടാൽ പരിധി വിട്ട് സംസാരിക്കും, ചീത്ത പറയും. പിന്നെ സംസാരത്തിനൊന്നും ഒരു ലെവലുണ്ടാവൂല. ഇതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അടയാളമായി പറഞ്ഞത്. അതിലൊന്നാമതായി പറഞ്ഞത് കളവാണ്. കളവ് സംസാരത്തിലുണ്ടാകും, മനസ്സിലുണ്ടാകും, പ്രവർത്തനത്തിലുണ്ടാകും. നമ്മുടെ എല്ലാ മേഖലയെയും ചൂഴ്ന്നു നിൽക്കുന്ന ഒരു സംഗതിയാണ് കളവ്. കളവ് കൊണ്ടാണ് വ്യക്തികൾ പരാജയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയാണ് സമൂഹം നശിച്ചു പോകുന്നത്. പരിശുദ്ധ ദീനുൽ ഇസ്ലാം സത്യസന്ധതയിൽ ഉള്ള മതമാണ്. സത്യസന്ധത എന്നത് അള്ളാഹുവിന്റെ ഒരു വിശേഷണമായി അള്ളാഹു തആല പറയുന്നുണ്ട്. ജനങ്ങൾക്കിടയിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്നത് കളവ് കൊണ്ടാണ്. ചിലപ്പോൾ ആളുകൾ പരിഹസിക്കുകയും ചെയ്യും, ഓൻ പറഞ്ഞതല്ലേ, അത് വിശ്വസിക്കാൻ പറ്റൂല. ആ രൂപത്തിലുള്ള ഒരു ചിത്രം സമൂഹത്തിൽ നമ്മെ സംബന്ധിച്ച് നമ്മൾ തന്നെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പൊ ഒരു പരിഹാസ രൂപേണ ആളുകൾ നമ്മെ വിലയിരുത്തുന്ന ഒരവസ്ഥ. ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ സ്വഭാവത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം സിദ്ഖാണ്, സത്യസന്ധതയാണ്. സത്യസന്ധത കൊണ്ടാണ് ഒരു മനുഷ്യൻ നല്ലതിലേക്ക് ചേരുകയെന്നും ആ നന്മയാണ് മനുഷ്യനെ സ്വർഗത്തിലെത്തിക്കുകയെന്നും റസൂലുള്ളാഹി പറയാറുണ്ട്. ഇനി കളവാണ് ജീവിതത്തിലുള്ളതെങ്കിൽ അത് ഫുജൂർ, തമ്മാടിത്തരത്തിലേക്കാണ് മനുഷ്യനെ കൊണ്ടുപോവുക, അതാണ് അവനെ നരകത്തിലേക്ക് കൊണ്ടുപോവുക എന്ന് കൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. അള്ളാഹുവിനെ സംബന്ധിച്ച് പറഞ്ഞത് കാണാം വിശുദ്ധ ഖുർആനിൽ പല സ്ഥലങ്ങളിൽ. വമൻ അസ്ദഖു മിനല്ലാഹി ഖീല, അള്ളാഹുവിനേക്കാൾ സത്യം പറയുന്നവൻ ആരുണ്ട്? വമൻ അസ്ദഖു മിനല്ലാഹി ഹദീസ, അള്ളാഹുവിനേക്കാൾ സത്യസന്ധമായി വർത്തമാനം പറയുന്നവർ വേറെ ആരുണ്ട്? ആലു ഇമ്രാനിൽ കാണാം സദഖല്ലാഹ്, അള്ളാഹു തആല സത്യം പറഞ്ഞു. അപ്പൊ സത്യം എന്നത് അള്ളാഹുവിലേക്ക് ചേർത്ത് പറഞ്ഞ ഒരു വിശേഷണമാണ്. ആ വിശേഷണം അള്ളാഹുവിൽ വിശ്വസിക്കുന്ന മുഅ്മിനീങ്ങൾക്കുണ്ടാകണം എന്നാണ് അള്ളാഹു നമ്മോട് കൽപ്പിക്കുന്നത്. റസൂൽ അതാണ് പഠിപ്പിക്കുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സത്യസന്ധനായിരുന്നു എന്നത് അള്ളാഹു സത്യം പറഞ്ഞു എന്നതോട് ചേർത്ത് പറഞ്ഞതായി കാണാം വിശുദ്ധ ഖുർആനിൽ. അള്ളാഹു പറയുന്നു വസദഖല്ലാഹു വറസൂലുഹു, അള്ളാഹു സത്യം പറഞ്ഞു, അവന്റെ റസൂലും സത്യം പറഞ്ഞു. റസൂല് സത്യസന്ധനാണ്. നുബുവത്തിന്റെ മുമ്പ് തന്നെ അറേബ്യയിൽ അത് അറിയപ്പെട്ട സംഗതിയാണ്. റസൂല് ജീവിതത്തിൽ ഒരിക്കലും നുണ പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ശത്രുപക്ഷത്തുണ്ടായിരുന്ന അബൂ സുഫിയാൻ റോം ചക്രവർത്തി കൈസറിന്റെ മുന്നിൽ വെച്ച്
അബൂ സുഫിയാൻ അന്ന് അവിശ്വാസിയാണ്, റസൂലിനെതിരെ സംസാരിക്കുകയാണ്. ആ സമയത്ത് ചക്രവർത്തി ചോദിച്ചു അബൂ സുഫിയാനോട്, നിങ്ങളുടെ നാട്ടിൽ വന്ന മുഹമ്മദ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ കളവ് പറഞ്ഞിട്ടുണ്ടോ? ഞാൻ റസൂലാണെന്ന് പറയുന്നതിന് മുമ്പ് കളവ് പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോ അള്ളാഹുവിന്റെ റസൂലിന്റെ ജീവിതം അനുഭവിച്ചറിഞ്ഞ അബൂ സുഫിയാന് സത്യം തുറന്നു പറയാതിരിക്കാൻ നിവൃത്തിയില്ലായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഇല്ല, കളവ് പറയാറില്ല. അപ്പൊ കൈസർ പറയാ, സാധാരണ ജനങ്ങളോട് വരെ കളവ് പറയാത്ത ഒരു മനുഷ്യൻ പെട്ടെന്ന് അള്ളാഹുവിന്റെ പേരിൽ കളവ് പറയുകയോ? അങ്ങനെ ഉണ്ടാകില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും വലിയ ഒരു യോഗ്യതയായി ഹദീസുകളിലും വിശുദ്ധ ഖുർആനിലൊക്കെ അല്ലാഹു തആല എടുത്തു പറഞ്ഞതായി കാണാൻ കഴിയും. അതോടൊപ്പം തന്നെ മനുഷ്യന്റെ സ്വഭാവത്തിലേക്ക് കളവ് വരാനുള്ള സാധ്യത അത്തരം കൂട്ടുകെട്ടിലൂടെയാണ്. ചീത്ത കൂട്ടുകെട്ട്, കളവ് പറയുന്നവരോട് കൂടെ ജീവിക്കുക. അള്ളാഹു പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു, ഓ ഈമാനുള്ള മനുഷ്യന്മാരെ, ഇത്തഖുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം. വകൂനു മഅസ്സാദിഖീൻ, നിങ്ങൾ സത്യം പുലർത്തിയ സത്യം പറയുന്ന ആളുകളുടെ കൂടെ ജീവിക്കണം, കളവ് പറയുന്നവരുടെ കൂടെയല്ല. ചെറിയ കുട്ടികളെ വരെ ശീലിപ്പിക്കണം. ഒരു ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുല്ലാഹി ഇബ്നു ആമിറിന്റെ വീട്ടിലിരിക്കുകയാണ്. അബ്ദുള്ള എന്ന് ചെറിയ മോന. അപ്പൊ അബ്ദുള്ളാന്റെ ഉമ്മ അബ്ദുള്ളാനെ വിളിക്കുകയാണ്, താഴെ മോനെ ഇവിടെ വാ, ഞാൻ എനിക്കൊരു സാധനം തരാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉമ്മാനോട് ചോദിച്ചു, അല്ല ഓൻ വന്ന നിങ്ങൾ എന്താ കൊടുക്കുക? അപ്പൊ ഉമ്മ പറഞ്ഞു, ഞാനൊരു ഈത്തപ്പഴം കൊടുക്കും, അത് കൊടുക്കാനാ വിളിച്ചത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ എങ്ങാൻ കൊടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ആ പറഞ്ഞതൊരു കളവായി രേഖപ്പെടുത്തും. ആ കുട്ടിയെ കളവ് പഠിപ്പിക്കലുമാകും അത്. സാധാരണ ഗതിയിൽ കുട്ടികളോടൊക്കെ പറയാറില്ലേ, രക്ഷിതാക്കൾ പോകുന്ന സമയത്ത് അവർ കൂടെ പോകാൻ ശ്രമിക്കുമ്പോ നമുക്ക് പാർക്കിൽ പോകാം, ഞാൻ വരട്ടെ എന്നൊക്കെ പറഞ്ഞ് തൽക്കാലം സമാധാനിപ്പിക്കും. കളവ് പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് എന്താണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, എന്താണോ സത്യം, അതേ പറയാവൂ. അള്ളാഹുവിനോട് സത്യമേ പറയാവൂ. അള്ളാഹുവിന്റെ മുന്നിൽ നിന്ന് തപസ്കരിക്കുമ്പോ ആ പറയുന്നതൊക്കെ സത്യസന്ധമായിട്ടായിരിക്കണം. ഒരു അയറാബി വന്ന് മുസ്ലിമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ എനിക്കും ജീവിക്കണം എന്ന താല്പര്യം അദ്ദേഹം പ്രകടിപ്പിച്ചു. താങ്കളുടെ ധർമ്മ സമരങ്ങളൊക്കെ താങ്കളെ ഞാൻ അനുഗമിക്കുമെന്ന് പ്രഖ്യാപിച്ചു. അങ്ങനെ പ്രഖ്യാപിച്ചപ്പോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു യുദ്ധവേളയിൽ അദ്ദേഹത്തെ ഒപ്പം കൂട്ടി. എന്നിട്ട് അതുവരെ ഉണ്ടായിരുന്ന ഗനീമത്ത് സ്വത്ത് അത് വീതം വെക്കുന്ന സമയത്ത് കുറെ ആട്ടിൻ പറ്റങ്ങളെ അള്ളാഹുവിന്റെ റസൂൽ ഈ വ്യക്തിക്ക് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇത് താങ്കളുടെ ഓഹരിയാണ്. ആ മനുഷ്യൻ വന്നിട്ട് അള്ളാന്റെ റസൂലിനോട് പറയാണ്, അള്ളാന്റെ റസൂലേ, ഞാൻ നിങ്ങളെ അനുഗമിച്ചത്, ഞാൻ നിങ്ങളെ പിൻപറ്റിയത് ഈ ആട്ടിന് വേണ്ടിയൊന്നും അല്ല, ആടുകളെ കിട്ടാനൊന്നും അല്ല. പിന്നെയോ, ഇത് എന്റെ ഈ ചങ്കിൽ ഒരമ്പ് വന്ന് പതിച്ചിട്ട് എനിക്ക് ഷഹീദായി സ്വർഗത്തിലേക്ക് പോകണം. ഞാൻ അതാ അള്ളാനോട് ചെയ്ത കരാറല്ലാതെ നിങ്ങളുടെ ആട്ടിൻ പറ്റങ്ങളല്ല എന്ന് പറഞ്ഞപ്പോ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇൻ തുസദ്ദിഖുല്ലാഹ യുസദ്ദിഖുക്, നീ അള്ളാനോടാ പറഞ്ഞത് നേരാണെങ്കിൽ, സത്യാണെങ്കിൽ അള്ളാഹ് അത് വാസ്തവമായി അംഗീകരിക്കുമെന്ന്. ആ യുദ്ധത്തിൽ ആ മനുഷ്യൻ കൊല്ലപ്പെട്ടു. എങ്ങനെ? അദ്ദേഹം എവിടെയാണോ റസൂലിന് ചൂണ്ടിക്കാണിച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞത്, അവിടെ അമ്പേറ്റ് മരണപ്പെട്ടു പോയി. അദ്ദേഹത്തെ കഫൻ ചെയ്ത് മുന്നിൽ വെച്ചിട്ട് മഹാനായ റസൂലുള്ളാഹി പറഞ്ഞു, അല്ലാഹ്, ഈ മനുഷ്യൻ നിന്റെ മാർഗത്തിൽ ഷഹീദാണ്, അതിന് ഞാൻ സാക്ഷിയാണ് എന്ന് അള്ളാഹുവിനോട് പറയുകയുണ്ടായി. പറഞ്ഞത് സത്യമായിരുന്നു, പറഞ്ഞത് സത്യമായിരുന്നു. അള്ളാഹുവുമായുള്ള ബന്ധം അദ്ദേഹം പ്രഖ്യാപിച്ചതാ.
അദ്ദേഹത്തിന്റെ ആഗ്രഹം അള്ളാഹുവിന്റെ മുന്നിൽ അദ്ദേഹം പ്രകടിപ്പിച്ചതാണ്. അതുകൊണ്ട് ജീവിതത്തിൽ സത്യമേ ഉണ്ടാകാവൂ. ആ ഒരു പ്രതിജ്ഞ നമുക്കുണ്ടെങ്കിൽ നമുക്ക് മെല്ലെ സ്വർഗത്തിലേക്ക് പോകാം. എല്ലാവിധ കളവുകളും ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുക. ദുആ ചെയ്യുമ്പോൾ, നമസ്കരിക്കുമ്പോൾ, കച്ചവടം ചെയ്യുമ്പോൾ, വ്യവഹാരങ്ങളിൽ, വീട്ടില്, കുട്ടികളോട് എന്തെല്ലാം മേഖലകളിലുണ്ടോ അവിടെയൊക്കെ സത്യമല്ലാത്ത ഒന്നും പറയില്ല എന്ന തീരുമാനമെടുക്കേണ്ടത് അനിവാര്യമാണ്. എങ്കിലേ നിസ്കരിച്ചിട്ടും നോമ്പുവച്ചിട്ടൊക്കെ കാര്യമുള്ളൂ. അങ്ങനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുന്നത്. കളവ് പലതരമുണ്ട്, പലതരം കളവുകളുണ്ട്. ഏറ്റവും വലിയ കളവ് സ്വന്തം ആശയത്തിന് അംഗീകാരം കിട്ടാൻ വേണ്ടിയിട്ട് പല ആളുകളും അതിനെ അനുകൂലിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഹദീസ് ഓതും. റസൂല് പറഞ്ഞിട്ടുണ്ടാകില്ല. ആരൊക്കെയോ മുമ്പ് എവിടെയൊക്കെയോ അവരുടെ ആവശ്യത്തിന് എഴുതി വെച്ച വാറോലകൾ അതൊക്കെ ഹദീസാണ് എന്ന രൂപത്തിൽ റസൂലിന്റെ പേരിൽ ചേർത്തിട്ട് പറയാം. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത് ഇന്ന കദിബൻ അലയ്യ ലൈസക കദിബിൻ അലാ അഹദിൻ, എന്നെ പറ്റി കളവ് പറയുന്നത് മറ്റാരെ പറ്റിയും കളവ് പറയുന്നത് പോലെയല്ല. മൻ കദബ അലയ്യ മുതഅമ്മിദൻ, മനഃപൂർവ്വം എന്നെ സംബന്ധിച്ച് കളവ് പറഞ്ഞാൽ ഫല്യതബവ്വഉ മഖ്അദഹു മിനന്നാർ, ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസ. അവന്റെ ഒരു സീറ്റ് നരകത്തിൽ ഉറപ്പായി. അതുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടൊരു കാര്യം പറയണമെങ്കിൽ അത് റസൂല് പറഞ്ഞതാണ് എന്ന് ഉറപ്പാകണം, എന്നിട്ടേ പറയാൻ പാടൂ. സമൂഹത്തിൽ പല നിലക്കും കളവുകൾ ഇങ്ങനെ പ്രചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ പല പരിപാടികളും സംഘടിപ്പിക്കപ്പെടാറുണ്ട്. എന്നിട്ട് സ്റ്റേജിലിരുത്തിയിട്ട് പ്രശംസിക്കും. അമിതമായ പ്രശംസ നമുക്ക് ചേർന്നതല്ല. പൂച്ചയെ സിംഹമാക്കുന്ന പ്രശംസ, പാമരനെ പണ്ഡിതനാക്കുന്ന പ്രശംസ, വിഡ്ഢിയെ ബുദ്ധിമാനാക്കുന്ന പ്രശംസ. ആരെങ്കിലും ഒന്ന് മരിച്ചു കിട്ടിയാൽ മതി, ഏതെങ്കിലും നേതാക്കൾ അനുശോചന യോഗമുണ്ട്. എന്നാൽ അതിലെന്തൊക്കെ പറയണം? മറ്റെല്ലാവരും പറഞ്ഞതിനേക്കാൾ വലിയ മദ്ഹ് പറയണം. അതിന് വാക്കുകൾ ക്രോഡീകരിക്കുകയാണ്. ഒരു ദിവസം സഹാബാക്കൾ ഇങ്ങനെ കൂടിയിരിക്കുന്ന സമയത്ത് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ ഒരു സഹാബി ഇങ്ങനെ പ്രശംസിക്കുകയാണ്. വല്ലാത്ത പ്രശംസ. മിഖ്ദാദ് എന്ന സഹാബിയും തൊട്ടടുത്തുണ്ട്. അദ്ദേഹം കുറച്ച് തടി കൂടുതലുള്ള ഒരു മനുഷ്യനാണ്. കൈയൊക്കെ ഇങ്ങനെ കുത്തിയിരിക്കുക. അദ്ദേഹം നിവർന്നിങ്ങിരുന്നു. നല്ല സൗകര്യത്തിൽ ഇരുന്നിട്ട് കുറച്ച് മണ്ണ് രണ്ട് കൈകൊണ്ട് കുഞ്ഞ് വാരിയിട്ട് ഈ മദ്ഹ് പറയുന്ന ഈ സഹാബിയുടെ മുഖത്തേക്ക് അങ്ങിട്ട് കൊടുത്തു. ഉസ്മാൻ ചോദിച്ചു, മാശഅനു, ഇതെന്ത് പണിയായിരുന്നു, ഇതെന്ത് പരിപാടിയാണ്? അദ്ദേഹം പറയുകയാണ്, ഇന്നർ റസൂല ഖാൽ, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടുണ്ട്, ഇദാ റഅയ്തുമുൽ മദ്ദാഹീന, നിങ്ങൾ ഈ രൂപത്തിൽ സദസ്സിലിരുത്തി മുഖാമുഖം പ്രശംസിക്കുന്നത് കണ്ടാൽ ഫഹ്സൂ ഫീ വുജൂഹിഹിമുത് തുറാബ്, ഇമാം മുസ്ലിം നിവേദനം ചെയ്ത ഹദീസ. അദ്ദേഹത്തിന്റെ മുഖത്ത് മണ്ണ് വാരിയിടുന്നു. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മണ്ണ് വാരിയിടാൻ പറഞ്ഞ ഒരു സന്ദർഭം എനിക്ക് ഒത്തു വന്നപ്പോ ഞാനതങ്ങ് ചെയ്തതാണ്. സഹാബാക്കൾ അങ്ങനെയാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസൊക്കെ പ്രാവർത്തികമാക്കുന്നത്. ഇന്ന് എന്തെല്ലാം അനൗൺസ്മെന്റുകളാ. ഇന്ത്യയുടെ കിരീടമാണ്, അജ്മീർ ഖോജ പ്ലെയിന് നിർത്തിയ ആളാണ്, ലോകത്തിന്റെ നിയന്താവാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആരെയൊക്കെ എന്തൊക്കെയാ പ്രശംസിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ കൊണ്ടാണ് വ്യക്തിപൂജയിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. അതുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, നിങ്ങൾ എന്നെ പോലും അമിതമായി പ്രശംസിക്കരുത്. ലാ തുത്റൂനി കമാ അത്റത്തിൻ നസാറ ഇബ്ന മറിയം, മറിയമിന്റെ മകൻ ഈസയെ ക്രിസ്ത്യാനികൾ പ്രശംസിച്ചതുപോലെ നിങ്ങൾ എന്നെ പ്രശംസിക്കരുത്. നിങ്ങൾ എന്നെ സംബന്ധിച്ച് പറയേണ്ടത് അബ്ദുല്ലാഹി വ റസൂലുഹു, അള്ളാന്റെ അടിമയാണ്, അവന്റെ ദൂതനാണ്. വളരെ വ്യക്തമായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ കാര്യങ്ങളൊക്കെ നമ്മെ പഠിപ്പിച്ചു തരികയാണ്.
ഇസ്മായിൽ അലൈഹിസ്സലാമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രശംസിച്ച ഒരുപാട് വാക്കുകൾ നമുക്ക് ഖുർആനിൽ കാണാം. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിൽ പറഞ്ഞ രണ്ടാമത്തെ വിഭാഗത്തിന്റെ നിഫാഖിന്റെ അടയാളമായി റസൂല് പറഞ്ഞ വാക്തത്വം ലംഘിക്കുക എന്ന് പറഞ്ഞ സംഗതി. അതായത് മഹാനായ ഇസ്മായിൽ അലൈഹിസ്സലാമിനെ അല്ലാഹു തആല പ്രശംസിച്ചത് അദ്ദേഹം ഒരു വാക്ക് പറഞ്ഞാൽ അത് പൂർത്തിയാക്കുമായിരുന്നു. നമ്മൾ പറയാറില്ലേ സാധാരണഗതിയിൽ തല വെട്ടിപ്പോയാലും ഒരു വാക്കേ ഉണ്ടാകാൻ പാടുള്ളൂ, അതാ മുഅ്മിനിന്റെ ലക്ഷണം. ഇസ്മായിൽ അലൈഹിസ്സലാമിനോട് വാപ്പ ഇബ്രാഹിം അലൈഹിസ്സലാം പറഞ്ഞു, മോനെ നിന്നെ അറുക്കണമെന്ന് ഞാൻ സ്വപ്നം കാണുന്നുണ്ട്, അള്ളാഹു എന്നെ അങ്ങനെ നിർദ്ദേശിച്ചിരിക്കുകയാണ്. അപ്പൊ ഇസ്മായിൽ അലൈഹിസ്സലാം ഒരു വാക്ക് കൊടുത്തു. എന്തായിരുന്നു ആ വാക്ക്? താങ്കൾ ആ കൽപ്പനയനുസരിച്ച് ചെയ്തോ, ഇൻഷാ അല്ലാഹ് ഞാൻ ക്ഷമിച്ചോളാം. ഇസ്മായിൽ കൊടുത്ത വാക്ക. എന്നിട്ടോ കുതറി ഓടിയില്ല, വാപ്പ വരുന്നത് കണ്ട് ഓടിയില്ല, എന്നെ അറുക്കുമെന്നറിയാം. അള്ളാഹ്ക്ക് വാക്ക് കൊടുത്തതാ, കിടന്നു കൊടുത്തില്ലേ ഇസ്മായിൽ അലൈഹിസ്സലാം? ഇബ്രാഹിം അലൈഹിസ്സലാം തന്റെ കർത്തവ്യത്തിന് തുനിഞ്ഞില്ലേ? അവസാനം അള്ളാഹു തന്നെ ഇടപെട്ട് തടഞ്ഞതല്ലേ? ആ സംഭവത്തെ വിലയിരുത്തിയിട്ട് അല്ലാഹ് പറയുകയാണ്, ഇന്നഹു കാന സ്വാദിഖൽ വഅദ്. ഇസ്മായിൽ പറഞ്ഞ വാക്ക് പൂർത്തിയാക്കിയ ആളാണ്, സത്യസന്ധമായി പുലർത്തിയ ആളാണ്. വകാന റസൂലൻ നബിയ്യ, അദ്ദേഹം റസൂലുമാണ്, നബിയുമാണ്. ഒന്ന് ആഴത്തിൽ ആലോചിക്കേണ്ട വിഷയമാണിത്. ഇസ്മായിൽ അലൈഹിസ്സലാമിനെ സംബന്ധിച്ച് റസൂലാണ്, നബിയാണ് എന്ന വിശേഷണം പറയുന്നതിന് മുമ്പ് അല്ലാഹു തആല പറഞ്ഞത് അദ്ദേഹം സാദിഖുൽ വഅദ്, വാക്തത്വം പൂർത്തിയാക്കിയ ആളാണ് എന്ന വിശേഷണമാണ്. വലിയ യോഗ്യതയായിട്ട് പറഞ്ഞത് അതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്മായിൽ അലൈഹിസ്സലാമിനെ പ്രശംസിക്കാൻ തെരഞ്ഞെടുത്ത അദ്ദേഹത്തിന്റെ സ്വഭാവ വിശേഷണത്തിലെ പ്രധാനപ്പെട്ട ഘടകം അതാണ്. ചെയ്യുന്നതേ പറയൂ. വാക്തത്വം അത് വലിയ സംഗതിയാണ്. ഇത് ഇന്ന് ഏറ്റവും കൂടുതൽ ലംഘിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സ്വഭാവമാണ്. അള്ളാഹുവിനെ സംബന്ധിച്ച് പറഞ്ഞ ഗുണമെന്താ? അള്ളാഹു പറയുന്നു, ലാ യുഖലിഫുല്ലാഹുൽ മീആദ്. അള്ളാഹ് ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അള്ളാഹ് അതിന് എതിര് പ്രവർത്തിക്കുകയില്ല. സൂറ സുമറിൽ, ഖുർആനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ അള്ളാഹ് വാക്ക് പാലിക്കും, പറഞ്ഞാൽ പറഞ്ഞത് തന്നെ എന്ന് സ്ഥിരപ്പെടുത്തി പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. അറബികൾ സാധാരണ പറയാറുണ്ട്, ദാഹിച്ചിട്ടങ്ങ് മരിച്ചു പോയാലും അതിനേക്കാൾ എനിക്ക് ഇഷ്ടം പറഞ്ഞ വാക്ക് പാലിക്കുന്നതാണ്. ഈ വാക്ക് പാലിക്കുക എന്നത് അത്രയും വലിയ ഗൗരവമുള്ള വിഷയമാണ്. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാര് പറയാറുണ്ട്, ഇദാ ഖുൽത ഫീ ഷൈഇൻ ഫഅതിമ്മഹു. നീ ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഇദാ ഖുൽത ഫീ ഷൈഇൻ നഅം ഫഅതിമ്മഹു, നഅം എന്ന് പറഞ്ഞാൽ അതെ എന്ന് പറഞ്ഞാൽ അത് പൂർത്തിയാക്കണം, അത് നിർബന്ധമാണ്. ഇനി അങ്ങനെ പൂർത്തിയാക്കാൻ കഴിയുന്നില്ലെങ്കിൽ വല്ല സംശയവും നിനക്കുണ്ടെങ്കിൽ നഅം എന്ന് പറയാൻ നിൽക്കരുത്, അതേ എന്ന് പറയണ്ട, ലാന്ന് പറഞ്ഞോ. എന്നിട്ടോ ചെയ്യാൻ പറ്റിയെങ്കിൽ പിന്നെ അങ്ങ് ചെയ്യാമല്ലോ. ചെയ്യുമെന്ന് പറഞ്ഞാൽ ഉറപ്പാണ്, പിന്നെ അതിനൊരു മാറ്റം ഉണ്ടാകരുത് എന്നതാണ് ഒരു മുഅ്മിനിന്റെ ഗുണമെന്ന് വളരെ വ്യക്തമായി പണ്ഡിതന്മാര് നമ്മെ പഠിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ ഹദീസിൽ പറഞ്ഞ മൂന്നാമത്തെ ഗുണം, ഇദഅ്തുമിന ഖാന. വിശ്വസിച്ചാൽ വഞ്ചിക്കും. ഒരു സംഗതി വിശ്വസിച്ചേൽപ്പിക്കാൻ പറ്റൂല. നല്ല രോഗ്യസ്ഥനായിരിക്കും, ഒന്നിച്ച് കച്ചവടം ചെയ്യുന്നവനായിരിക്കും, പക്ഷെ ഒരു തക്കം കിട്ടിയാൽ വഞ്ചിച്ച് കളയുന്ന ആളുകളുടെ കൂട്ടത്തിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അല്ലാഹു തആല മുഅ്മിനീങ്ങളോട് പറയുന്നത്, ഇന്നല്ലാഹ യഅ്മുറുക്കും അൻ തുഅദ്ദുൽ അമാനാത്തി ലിഅഹ്ലിഹാ. വിശ്വസിച്ചേൽപ്പിച്ച സകല സംഗതികളും തിരികെ കൊടുക്കണം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം
മദീനയിലേക്ക് ഹിജ്റ പോകുന്ന വേളയിൽ പോലും, തന്നെ കൊല്ലാൻ വേണ്ടി ആളുകൾ വീട് വളഞ്ഞ സന്ദർഭത്തിൽ പോലും അന്ന് മക്കക്കാർ തന്നെ വിശ്വസിച്ചേൽപ്പിച്ച വസ്തുക്കൾ അത് തിരിച്ചു കൊടുക്കാൻ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ ചുമതലപ്പെടുത്തിയിട്ടാണ് മദീനയിലേക്ക് പോയത്. അതായിരുന്നു റസൂലുള്ളാഹിയുടെ വിശേഷം. അപ്പൊ ഒരു വ്യക്തിത്വം എന്ന് പറയുന്നത്, കാപട്യമില്ലാത്ത ഈമാനുള്ള ഒരു വ്യക്തിത്വം എന്ന് പറയുന്നത് എന്തൊക്കെയാണ് എന്ന് കൃത്യമായി പഠിപ്പിക്കുകയാണ് ഇതിലൂടെയെല്ലാം മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്യുന്നത്. ഇതെല്ലാം ജീവിതത്തിൽ പ്രാവർത്തികമാക്കി സ്വന്തം വിശ്വാസത്തിന്റെ മാറ്റി നോക്കുന്ന വിശ്വാസികളായി, പരിവർത്തനപ്പെടുന്ന വിശ്വാസികളായി മാറാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹൽ അലീമ ലി വലക്കും വഅസ്തഗ്ഫിഹി അന്നി വഅൻകും വഅൻ ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈന ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹിൽ ഫായിസീന ബിറിളല്ലാഹ് ഊസീകും ഇബാദല്ലാഹി വഇയ്യായ ബിത്തഖ്വല്ലാഹ്. വിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ കൃത്യമായി മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കണമെന്നൊരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. അള്ളാഹു അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. കപടവിശ്വാസിയുടെ നാലാമത്തെ അടയാളമായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ഇദാ ഹാസമ ഫജറ, തർക്കത്തിലേർപ്പെട്ടാൽ അവിവേകം പറയും, കേൾക്കാൻ പറ്റാത്ത വർത്താനം പറയും. തൗഹീദുള്ള ആളുകളിൽ തന്നെ നമ്മൾ ഇന്ന് ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. പലവിധ അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാകും. മനുഷ്യന്മാരാകുമ്പോൾ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമെന്നത് തീർച്ചയാണ്. എല്ലാവരും നമ്മളെപ്പോലെ ആകണം എന്ന് വിചാരിക്കുന്നത് വിഡ്ഢിത്താണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ വിചാരണയിൽ നല്ലതും ചീത്തയും ഇതൊന്നും ആവശ്യമില്ലല്ലോ. അപ്പൊ എല്ലാം ഉള്ള ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന ഓർമ്മ വേണം. നാം മനസ്സിലാക്കിയ ഒരു സത്യത്തിന് വിരുദ്ധമായി ആരെങ്കിലും വല്ലതും മനസ്സിലാക്കുകയും വിശ്വസിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല സ്നേഹത്തോടു കൂടി അത് തിരുത്തിക്കൊടുക്കാനുള്ള ശ്രമം നടത്തുക. അദ്ദേഹം അത് തിരുത്തുന്നില്ലെങ്കിലോ അദ്ദേഹവുമായി പിരിയുക. ആ വിഷയത്തിൽ മറ്റു ബന്ധങ്ങൾക്ക് കോട്ടം തട്ടാത്ത വിധത്തിൽ അദ്ദേഹവുമായി പിരിയുക. ഇതാണ് ഒരു മുഅ്മിനായ മനുഷ്യൻ ചെയ്യേണ്ടത്. എല്ലാ രംഗത്തും അതാണ്. സാധാരണഗതിയിൽ പറഞ്ഞു കേൾക്കാറുള്ള ഒരു ന്യായമുണ്ട്, ഞാൻ അവനെ വഞ്ചിച്ചിട്ടുണ്ട്, പക്ഷെ അവൻ എന്നെ വഞ്ചിച്ചുകൊണ്ട് ഞാൻ വഞ്ചിച്ചതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെയും പറയുന്നത്, നീ ആരെയും വഞ്ചിക്കരുത്, നിന്നെ വഞ്ചിച്ചാലും നീ തിരിച്ചു വഞ്ചിക്കരുത്. അതുപോലെ തന്നെ ഇങ്ങോട്ട് ചീത്ത പറഞ്ഞാൽ അങ്ങോട്ട് നല്ലത് പറയണം. അതല്ലേ ഖുർആനിന്റെ അധ്യാപനം. അതിന് കഴിയുന്നില്ലെങ്കിൽ ഈ പണി ഏറ്റെടുക്കണ്ടെന്ന്. ഈ പണിക്ക് നിങ്ങൾ പറ്റൂല. ഇത് അള്ളാഹുവിന്റെ ദീന. അള്ളാഹുവിനെ ചീത്ത പറഞ്ഞ ആളുകൾക്ക് ആഹാരം കൊടുക്കുന്നവനാ അല്ലാഹ്. അവരോട് വീണ്ടും തൗഹീദ് പറഞ്ഞവനാണ് അല്ലാഹ്. അവരോട് മാന്യമായി സംസാരിച്ചവനാണ് അല്ലാഹ്. ഇങ്ങോട്ട് പല വിധത്തിലുള്ള കുത്തുവാക്കുകളും ചീത്ത വാക്കുകളും പറഞ്ഞ പ്രബോധികരോട് മാന്യമായി സംസാരിച്ച മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഈ ഉമ്മത്തിന്റെ പ്രഥമ പ്രബോധകൻ. ആ റസൂലിന്റെ പ്രബോധനം, ആ റസൂലിന്റെ അധ്യാപനം ആ രീതിയിൽ തന്നെ പകർത്തിയെടുക്കാൻ വേണ്ടിയാ മുഅ്മിനീങ്ങളോട് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, വഇദാ ഖാസമ ഫജറ എന്ന ആ സ്വഭാവം മുഅ്മിനീങ്ങളുടെ സ്വഭാവമല്ല, അത് മുനാഫിഖിന്റെ സ്വഭാവമാണ്. മുനാഫിഖിന്റെ സ്വഭാവം എന്താ?
അവന്റെ ആശയം പിഴച്ചതായിരിക്കും. അവൻ തെറ്റാണ് വിശ്വസിക്കുന്നത്. ആ തെറ്റായ വിശ്വാസം അവൻ സമർത്ഥിക്കുന്നത് തെറ്റായ ശൈലിയിലൂടെയാണ്. അവന്റെ ആശയം തെറ്റാണ്, അവൻ സ്വീകരിക്കുന്ന മാർഗവും തെറ്റാണ്. മറുപുറത്ത് നിൽക്കുന്ന വിശ്വാസിയോ അവന്റെ വിശ്വാസം ശരിയാണ്, അത് പ്രചരിപ്പിക്കുന്ന അവന്റെ മാർഗവും ശരിയായിരിക്കണം. നാവിൽ നിന്ന് ചീത്ത വാക്കുകൾ വരാൻ പാടില്ല. അള്ളാഹുവിന്റെ റസൂല് പറയുന്നു, അബ്ഗളുർ റിജാലി ഇലല്ലാഹ്, പുരുഷന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹുവിന് ഏറ്റവും വെറുപ്പുള്ള മനുഷ്യൻ അൽ അലദ്ദുൽ ഖസ്മ്, സാമർത്ഥ്യമുള്ള പിഴച്ചവാദക്കാരനാണ്. നല്ല സാമർത്ഥ്യമുണ്ട്, പക്ഷെ ആശയം പിഴച്ചതാണ്. ആ പിഴച്ച ആശയത്തിന് സത്യസന്ധമായ തെളിവുണ്ടാകില്ലല്ലോ, പക്ഷെ അവനത് സമർത്ഥിക്കും. അവന്റെ പിഴച്ച ആശയം അവന്റെ വാക്ക് സാമർത്ഥ്യം കൊണ്ട് അങ്ങനെ സമർത്ഥിക്കുന്ന സമയത്ത് ഇവിടെ ആയത്തോതിയിട്ടും കാര്യമില്ല, ഹദീസ് ഓതിയിട്ടും കാര്യമില്ല എന്ന് പറഞ്ഞതുപോലെ ഇങ്ങോട്ട് അതിനെ എല്ലാം എതിർത്തുകൊണ്ട് ചീത്ത വിളിക്കുന്ന പറയുന്ന സ്വഭാവത്തിലേക്ക് അവൻ അധപ്പതിക്കും. അപ്പൊ അതുപോലെ ആ നാണയത്തിന്റെ മറുപുറമായി ഒരു മുഅ്മിനായ മനുഷ്യൻ അധപ്പതിക്കാൻ പാടില്ല. അവന്റെ നാവിൽ നിന്ന് നല്ലതേ വരാകൂ എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നമ്മുടെ ഈമാൻ കൊണ്ട് നടക്കാൻ വലിയ പ്രയാസം. നാളെ ആഖിറത്തിൽ എത്തിയിട്ട് ഈമാൻ പരിശോധിക്കപ്പെടുമ്പോ ഇതിന് നിഫാഖിന്റെ അടയാളുണ്ടല്ലോ എന്ന് അല്ലാഹു പറയുന്ന ഒരു രംഗമുണ്ടായാൽ നമ്മുടെ അവസ്ഥ എന്താകും? അത് ഈ പറഞ്ഞ 4 അടയാളങ്ങൾ, ഏറ്റവും പ്രധാനപ്പെട്ട 4 അടയാളങ്ങൾ തന്റെ ഈമാനിനെ ബാധിച്ചിട്ടുണ്ടോ എന്ന് ഓരോ വ്യക്തികളും പരിശോധിക്കണം. അതിനു വേണ്ടിയാണ് ഇത് പറയുന്നത്, അതിനു വേണ്ടിയാണ് നമ്മൾ ഇത് കേൾക്കുന്നത്. എന്നിട്ട് പരിവർത്തനപ്പെടാൻ വേണ്ടിയാ. ആഖിറത്തിൽ നമ്മൾ പരാജയപ്പെട്ടു പോകരുത്. മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ തന്നെ നമ്മൾ ഉണ്ടാകണം. ഈമാനിന് കേടുപറ്റരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തു രക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങളുടെ സ്വഭാവം നന്നാക്കി തരണേ റഹ്മാനെ. നീ ഇഷ്ടപ്പെടുന്ന സ്വഭാവം മനസ്സിലാക്കി ഉൾക്കൊള്ളാൻ തൗഫീഖ് നൽകണേ റഹ്മാനെ. സത്യവിശ്വാസികളുടെ യഥാർത്ഥ സ്വഭാവം അനുകരിക്കാൻ തൗഫീഖ് നൽകണേ റഹ്മാനെ. ഞങ്ങളുടെ സംഭവിച്ചു പോയ പാപങ്ങളെല്ലാം പുറത്തു തരണേ റഹ്മാനെ. നാവ് കൊണ്ട് നല്ലത് പറയാൻ, നീ ഇഷ്ടപ്പെടുന്നത് പറയാൻ, നീ പൊരുത്തപ്പെടുന്നത് പറയാൻ, നിന്റെ ദീനിനെ സഹായിക്കാൻ, അതിന് യോഗ്യരായി സംസാരിക്കാൻ തൗഫീഖ് നൽകണേ റഹ്മാനെ. അവിവേകങ്ങൾ പറഞ്ഞു പോകുന്നതിനെ തൊട്ട് കാത്തു രക്ഷിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, കുടുംബസമേതം സ്വർഗത്തിലാക്കി അനുഗ്രഹിക്കണേ റഹ്മാനെ. രോഗികളുണ്ട്, കിടപ്പ് രോഗികളുണ്ട്, വാർദ്ധക്യ സഹജമായ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്. അല്ലാഹുവേ, അവരുടെ രോഗങ്ങളെല്ലാം ശിഫയാക്കി കൊടുക്കണേ റഹ്മാനെ. ഞങ്ങളിൽ ഉള്ള എല്ലാവിധ രോഗങ്ങളെയും നീ ശിഫയാക്കി തരണേ റഹ്മാനെ. ആരോഗ്യത്തോടുകൂടിയുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين.